ഡോക്ടർ, ഈ ഒരു ചികിത്സാ രീതി ആർക്കൊക്കെ ചെയ്യാം? ഈ കുട്ടികൾക്കൊക്കെ ഈ ഒരു ചികിത്സാ രീതി സാധ്യമാവുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇത് അഡൽട്സിന് മാത്രമല്ല, ഇത് കുഞ്ഞുങ്ങളിലും ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കുഞ്ഞുങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ പൾപെക്ടമി എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കും പാൽപ്പല്ലല്ലേ, ഇതങ്ങ് എടുത്തു കളഞ്ഞാലും പുതിയ പല്ലുകൾ നമുക്ക് സ്ഥിരദന്തങ്ങൾ വരുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളതിനെ അവഗണിക്കാൻ പാടില്ല. അതായത് ഈ പാൽപ്പല്ലുകളെല്ലാം പോയി സ്ഥിരദന്തം 12 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കേ നമുക്ക് സ്ഥിരദന്തങ്ങൾ മുഴുവനായിട്ടൊക്കെ വരുള്ളൂ. ആ സമയം വരെ പാൽപ്പല്ലുകൾ നമ്മൾ റീറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം, അത് നമ്മൾ വായിൽ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട സ്പേസ് അത് ക്ലോസ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രണ്ടിലെ പല്ലൊക്കെ പ്രായത്തിന് മുന്നേ ദ്രവിച്ചു പോയാൽ കുട്ടിക്ക് അതൊരു കോൺഫിഡൻസ് കുറവ്, അങ്ങനെ പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് പല്ല്, അതുപോലെ പാൽപ്പല്ല് വളരെ അത്യാവശ്യമാണ് പ്രിസർവ് ചെയ്യേണ്ടത്. പാൽപ്പല്ലിലും നമ്മൾ പൾപെക്ടമി എന്ന പ്രൊസീജിയറാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് പകരമായി ചെയ്യുന്നത്. ഇതിലെ വ്യത്യാസം എന്താ? പ്രൊസീജിയറൊക്കെ സെയിം തന്നെ. വ്യത്യാസം നമ്മൾ ഫില്ല് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മളുടെ ഒരു എന്താ പറയുന്നത് റിസോർബ് ചെയ്ത് പോകുന്ന, മനസ്സിലായില്ലേ, ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് അത് തേഞ്ഞ് പോകുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് കുഞ്ഞുങ്ങളിലെ പാൽപ്പല്ല് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ആ പാൽപ്പല്ലിൻ്റെ റൂട്ട് തേഞ്ഞ് പോകുന്നതിനോടൊപ്പം ഈ ഫില്ലിംഗ് മെറ്റീരിയലും തേഞ്ഞ് പോകും. അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല, പല്ല് യഥാസ്ഥാനത്ത് നിലനിർത്താൻ കഴിയുകയും ചെയ്യും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു ഇൻഫെക്ഷൻ, പല്ലുകൾക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണോ റൂട്ട് കനാൽ, ഏതൊരു ഘട്ടത്തിലേക്കാണ് റൂട്ട് കനാൽ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത്? ഓക്കെ, ഇൻഫെക്ഷൻ വന്നാലാണ് സാധാരണ ആളുകൾ നമ്മളെ സമീപിക്കുന്ന പേഷ്യൻസ് വരുന്നത്. വേദനയും ഇൻഫെക്ഷനും നീര് അങ്ങനെ വന്നിട്ടാണ് സാധാരണ ഭൂരിഭാഗം ആളുകൾ. അല്ലാതെയും ചില അവസരങ്ങളിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, നമുക്ക് പല്ല് നഷ്ടപ്പെട്ട് ഇപ്പം ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്ന ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചേഴ്സ് വെക്കേണ്ട. ചിലപ്പോൾ ഒരു പല്ല് നമുക്ക് അപ്പുറം ഇപ്പുറമുള്ള പല്ലുകളെ സപ്പോർട്ട് എടുത്തിട്ടാണ് ഈ ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ, അതായത് ഈ ബ്രിഡ്ജ് എടുത്ത് കഴുകണ്ടാത്ത രീതിയിലുള്ള ഉറപ്പിച്ച പല്ല്, അത് ചിലപ്പോൾ അപ്പുറം ഇപ്പുറത്തുനിന്നും നമുക്ക് സപ്പോർട്ട് എടുക്കേണ്ടതായിട്ട് വരും. ആ അവസരങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ടൂത്ത് ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ട് ഉള്ള അവസരം വരാറുണ്ട്. അതേപോലെ തന്നെ ഈ ഡെൻ്റൽ ഇഞ്ചുറീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ പൾപ്പിൻ്റെ അടുത്ത് വരെ പൊട്ടലെത്തുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും. ഇതൊന്നും ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടല്ല, പൾപ്പ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ടൂത്തുകൾ നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് വേണം ഫർദർ നമുക്കതിനെ അടുത്ത പ്രൊസീജിയർ ക്യാപ്പോ അല്ലെങ്കിൽ അതിനെ ഫില്ലിംഗ് വയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ടത് റൂട്ട് കനാൽ. ഇതൊന്നും നമ്മൾ ഇൻഫെക്റ്റഡ്, അപ്പോൾ എപ്പോഴും ഇൻഫെക്ഷനുള്ള ടൂത്തിന് മാത്രമല്ല റൂട്ട് കനാൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പം ടൂത്തിൻ്റെ ഷേപ്പ് മാറ്റേണ്ട ചില കേസുകൾ, ചിലപ്പോൾ ചെറിയ പല്ലുകളായിരിക്കാം അല്ലെങ്കിൽ തിരിഞ്ഞ പല്ലുകളായിരിക്കാം, അത് കമ്പി ഇടേണ്ട, ഒരു പല്ലോ 2 പല്ലോ ഒക്കെ റൊട്ടേറ്റഡ്, അതിനെയൊക്കെ ചിലപ്പോൾ നമുക്ക് ക്യാപ്പൊക്കെ വെക്കേണ്ട അവസരത്തിൽ അതിനെ കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചെറുതാക്കേണ്ടി വരും. ആ അവസരങ്ങളിലും ചിലപ്പോൾ ആ പല്ലുകൾക്ക് നമ്മൾ ഇൻഫെക്ഷൻ ഇല്ലാതെ തന്നെ അതിനൊക്കെ നമ്മൾ ഇൻറ്റൻഷണൽ RCT എന്നാണ് പറയുന്നത്, അത് ചെയ്യേണ്ടതായിട്ട് വരും. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മൾ പല്ലുകൾക്ക് കേടുകളും അതുപോലെ വേദനയും ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമ്മൾ ചികിത്സ തേടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്, അതെന്തൊക്കെയാണ്? അതെ, സാധാരണ പല്ലുവേദന വരുമ്പോൾ ആരായാലും ഓടി ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോവും. കാരണം പല്ലുവേദന നല്ല അതികഠിനമായ വേദനയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ചിലർ ചെറിയ വേദനയോ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലർ അവഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇൻഫെക്ഷൻ കൂടി എല്ലിൻ്റെ, അതായത് റൂട്ടിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല്ലിന് റൂട്ടുണ്ട്, റൂട്ടിൻ്റെ അറ്റത്ത് നിന്നും അത് എല്ലിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നീര്, അതുപോലെ തന്നെ കാലക്രമേണ അത് എല്ല് ദ്രവിപ്പിക്കുക, അതേപോലെ തന്നെ സ്പേസ് ഇൻഫെക്ഷൻസ്, അതുപോലെ ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ വളരെ അപകടകരമായ ഓസ്റ്റിയോമൈലൈറ്റിസ് പോലെയുള്ള അപകടകരമായ സിറ്റുവേഷൻസിലോട്ട് പോകാം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു പല്ലുവേദന വന്നാൽ അത് അവഗണിക്കാൻ, മരുന്ന് കഴിച്ച് പലരുമുണ്ട് എന്താ പറയുന്നത് വേദന സംഹാരികളൊക്കെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ആളുകളുണ്ട്. അതങ്ങനെ പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. അത് യഥാസമയം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്.